ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡെവാപ്സ് മലയാളം. ലോഗിൻ സ്ക്രീൻ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്റ്റാക്ക് നാവിഗേറ്ററിൻ്റെ ആദ്യം കൊടുത്തേക്കുന്നതുകൊണ്ടാണ്. ഈ സ്റ്റാക്ക് നാവിഗേറ്ററിൻ്റെ വേറൊരു പ്രോപ്പുണ്ട്, ഇനീഷ്യൽ റൗട്ട് നെയിം. അത് നമ്മൾ ഇപ്പോൾ സൈനപ്പ് കൊടുക്കുകയാണെങ്കിൽ സൈനപ്പ് സ്ക്രീൻ കൊടുക്കുകയാണെങ്കിൽ സൈനപ്പ് സ്ക്രീൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ലോഗിൻ സ്ക്രീൻ ആയിരിക്കും നമ്മൾ ഫസ്റ്റ് കാണുന്നത്. ലോഗിൻ സ്ക്രീൻ വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ആപ്പ് ഓപ്പണായി വരുന്നതേ കാണാൻ വേണ്ടി നമുക്കൊരു സ്പ്ലാഷ് സ്ക്രീൻ ഉണ്ട്. അതായത് നമ്മുടെ ആപ്പുകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, അതായത് ആപ്പൊന്ന് സ്റ്റാർട്ടായി വരുന്ന ടൈമിൽ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു സ്പ്ലാഷ് സ്ക്രീൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിനകത്തൊരു കോമ്പോണൻ്റ് ഫോൾഡർ വേണം. അതിനുള്ളിൽ സ്പ്ലാഷ് സ്ക്രീൻ .js എന്ന് പറഞ്ഞ ഫയൽ ക്രിയേറ്റ് ചെയ്യുക. അതിലൊരു കോമ്പോണൻ്റ് ക്രിയേറ്റ് ചെയ്യുക. ശേഷം നമ്മൾ സ്ക്രീൻസിൻ്റെ ഇൻഡെക്സിൽ പോയിട്ട് ആ സ്പ്ലാഷ് സ്ക്രീനെ വിളിക്കണം. സ്പ്ലാഷ് സ്ക്രീൻ വന്നിട്ടുണ്ട്. ഇനി ഈ സ്പ്ലാഷ് സ്ക്രീനെ നമ്മൾ നമ്മുടെ റൂട്ട് സ്റ്റാക്കിനകത്ത് വിളിക്കണം. സ്പ്ലാഷ് സ്ക്രീൻ നമ്മുടെ ഇനീഷ്യൽ റൂട്ട്, അതായത് നമ്മുടെ ആപ്പ് എപ്പോഴൊക്കെ ഓപ്പൺ ആകുന്നു അപ്പം നമ്മൾ ആ സ്പ്ലാഷ് ആയിരിക്കും ആദ്യം കാണിക്കുന്നത്. ഓക്കെ, സ്പ്ലാഷ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഹെഡർ വേണ്ട, കാരണം ഈ ഒരു ഹെഡർ നമുക്ക് കസ്റ്റമായിട്ട് ചെയ്യണം. സ്ക്രീൻ ഓപ്ഷൻസിനകത്ത് ഹെഡർ ഷോൺ, അത് നമ്മൾ ഫോൾസ് ആക്കി കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ആ ഒരു ഹെഡർ ഹൈഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഈ സ്ക്രീൻ ഒന്ന് നമുക്ക് ശരിയാക്കാം, സ്പ്ലാഷ് സ്ക്രീൻ. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ഞാൻ ഒരു സ്പ്ലാഷ് സ്ക്രീൻ്റെ ഇമേജ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അസറ്റ്സ് ഫോൾഡറിൽ നമ്മൾ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം, ഇമേജസ് എന്ന് പറഞ്ഞ്. അപ്പോൾ ആ ഇമേജിനുള്ളിലേക്ക് നമുക്ക് ഈ സ്പ്ലാഷ് സ്ക്രീനിൻ്റെ ഇമേജ് എടുത്ത് വെക്കാം. അതൊന്ന് റീനെയിം ചെയ്യാം. സ്പ്ലാഷ് സ്ക്രീൻ എന്ന് പറഞ്ഞ് കൊടുക്കാം. ഇനി നമ്മൾ ഈ ഒരു ഇമേജിനെ നമുക്ക് ഈ കോൺസ്റ്റൻസിനകത്ത് നമുക്ക് എക്സ്പോർട്ട് കോൺസ്റ്റ് images equal to splash
സ്പ്ലാഷ് ഇമേജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇമേജിന് നമ്മൾ ആ ഒരു പാത്താണല്ലോ കൊടുക്കുന്നത്, ആ പാത്തിനെ നമ്മളിവിടെ കൊടുക്കണം. അത് ഒരു മിനിറ്റ്. സ്പ്ലാഷ് സ്ക്രീനിൽ പോയിട്ട് ആ ഇമേജിനെ ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിന് നമ്മൾ ഇമേജ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന കമ്പോണൻറ്റ് യൂസ് ചെയ്യാം. ഇമേജ് ബാക്ക്ഗ്രൗണ്ടിന് നമ്മൾ സ്റ്റൈൽ കൊടുക്കാം. സ്റ്റൈൽസ് ഡോട്ട് കണ്ടെയ്നർ പിന്നെ ഇമേജ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് സോഴ്സ്. നമ്മൾ സോഴ്സ് കൊടുക്കുന്നത് എങ്ങനെയാണ്? ഈ ലോക്കൽ ഇമേജിൻ്റെ സോഴ്സാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ റിക്വയർ കൊടുക്കും അല്ലേ. റിക്വയർ അതിനുള്ളിലാണ് നമ്മൾ ആ പാത്ത് കൊടുക്കുന്നത്. ഡോട്ട് സ്ലാഷ് assets /images /splash image. കണ്ടെയ്നർ ഒരു +1 കൊടുക്കാം. ഇപ്പം നമ്മുടെ സ്പ്ലാഷ് ഇമേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ റിക്വയർ ആയിട്ട് ഈ പാത്ത് കൊടുക്കുന്നത് നമ്മൾ ഈ കമ്പോണൻറ്റിലെല്ലാം കൊടുക്കുന്നതിന് പകരം നമുക്കൊരു കോൺസ്റ്റൻ്റ് ആയിട്ടൊരു വേരിയബിളിനകത്തേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആ ഒരു വേരിയബിൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ടായിരിക്കും. കാരണം ഇപ്പോൾ ഈ ഒരു ഇമേജ് തന്നെ ഞാൻ ഈ ഒരു 10 കമ്പോണൻറ്റിൽ യൂസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ദിവസം വന്നിട്ട് എനിക്കിത് ഈ ഇമേജ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഞാൻ ഈ ഇമേജ് എന്ന് പറയുന്ന ഫോൾഡറിനുള്ളിൽ പുതിയ ഇമേജ് ഇട്ടിട്ട് ഇതെവിടെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ ഈ 10 സ്ഥലത്തും വന്ന് ഞാൻ ഈ റിക്വയർ എന്നുള്ള ഈ പാത്ത് ചേഞ്ച് ആക്കി കൊടുക്കണം. അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇമേജസ് എന്ന് പറയുന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കിവിടെ ഈ പാത്ത് ഈ റിക്വയർ ആയിട്ടുള്ള പാത്ത് നമുക്ക് ഇവിടെ പറഞ്ഞു കൊടുക്കാം. /images /splash screen. അപ്പോൾ എന്തുവാ ഇമേജസ് എന്ന് പറയുന്നതിനുള്ളിൽ ആ ഒരു വേരിയബിളിനോട് ഒരു ഒബ്ജക്റ്റിനുള്ളിൽ സ്പ്ലാഷ് എന്ന് പറഞ്ഞ സ്ക്രീനിൻ്റെ സ്പ്ലാഷ് ഇമേജ് എന്ന് പറഞ്ഞ പേരിലേക്ക് നമ്മൾ ഈ ഒരു പാത്തിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ സ്പ്ലാഷ് സ്ക്രീനിൽ വന്നിട്ട് ഇവിടെ ഈ പാത്തിന് വരെ നമ്മൾ ഇമേജസ് ഡോട്ട് സ്പ്ലാഷ് സ്ക്രീൻ വിളിക്കാം. ഇപ്പോഴും ചേഞ്ച് ഒന്നുമില്ല, സെയിം അതുപോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്കിതിനകത്ത് ഉള്ളിലൊരു ടെക്സ്റ്റ് കൊടുക്കാം. ടെക്സ്റ്റ് മൂവി ആപ്പ് എന്ന് കൊടുക്കാം. അതങ്ങ് ടോപ്പിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സേഫ് ഏരിയയ്ക്കുള്ളിൽ സ്പ്ലാഷിൽ നമുക്ക് സേഫ് ഏരിയ നോക്കണ്ട. നമുക്കിതിനെ ഒരു സെൻറ്ററിൽ അലൈൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ കണ്ടെയ്നറിന് അലൈൻ ഐറ്റംസ് സെൻറ്റർ കൊടുക്കാം. അതേപോലെ ജസ്റ്റിഫൈ കണ്ടൻറ്റും സെൻറ്റർ കൊടുക്കാം. ഇനി ഈ ടെക്സ്റ്റിന് നമുക്ക് സ്റ്റൈൽ കൊടുക്കാം. സ്റ്റൈൽ ഈക്വൽ ടു ടൈറ്റിൽ. ടൈറ്റിൽ ഫോണ്ട് സൈസ് 18 കൊടുക്കാം. കളർ
വൈറ്റ് കൊടുക്കാം. അതുപോലെ തന്നെ ഫോണ്ട് ഫാമിലി ഇല്ല, അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഫോണ്ട് സ്റ്റൈല് നോർമൽ കൊടുക്കാം. ഫോണ്ട് വെയിറ്റ് 900 കൊടുക്കാം. ഫോണ്ട് സൈസ് നമുക്കൊരു 24 കൊടുക്കാം. ഇനി നമുക്ക് ഇതിനൊരു ഐക്കൺ കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഐക്കൺ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇമേജസിൻ്റെ ഫോൾഡറിനുള്ളിലേക്ക് ഒരു ആപ്പ് ഐക്കൺ എന്ന് പറഞ്ഞ ഒരു ഇമേജ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇമേജസിനകത്ത് വന്നിട്ട് ആപ്പ് ഐക്കൺ റിക്വയർ ആ പാത്ത് പറഞ്ഞു കൊടുക്കാം. സെറ്റ്സിനകത്ത് ഇമേജസിനകത്ത് ആപ്പ് ഐക്കൺ. ഇത് നമുക്ക് ഈ സ്പ്ലാഷ് സ്ക്രീനിൽ വന്നിട്ട് ഇവിടെ ഒരു ഇമേജ് കൊടുക്കാം. അപ്പോൾ അതിന് ഇമേജ് കമ്പോണൻറ്റിനെ റിയാക്ട് നേറ്റീവിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാം. സോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇമേജസ് ഡോട്ട് ആപ്പ് ഐക്കൺ, പിന്നെ സ്റ്റൈൽ സ്റ്റൈൽസ് ഡോട്ട് ആപ്പ് ഐക്കൺ. ആപ്പ് ഐക്കൺ അത് നമുക്ക് വിഡ്ത്ത് ഒരു 20% കൊടുക്കാം. അതേപോലെ തന്നെ ഹൈറ്റ് ഒരു 20% കൊടുക്കാം. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റിൻ്റെ ഫോണ്ട് സൈസ് ഒരു 34 കൊടുത്താൽ കുറച്ചുകൂടെ വലുതായിരിക്കും. ജസ്റ്റിഫൈ കണ്ടന്റ് മാറ്റിയിട്ട് നമുക്ക് മാർജിൻ കൊടുക്കാം. മാർജിൻ ടോപ്പ് ഒരു 30% കൊടുക്കാം. 50% കൊടുക്കാം.